ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചവ്വരി കൊണ്ടുള്ള ഒരു പലഹാരമാണ്. അതിന് ആദ്യമായിട്ട് വെള്ളം ചൂടാക്കുക, കുറച്ച് ചവ്വരി എടുക്കുക, ചവ്വരിയിൽ കുറച്ച് ഉപ്പിട്ട് ഈ ചൂടുവെള്ളം വീഴ്ത്തി കുറച്ചായി നനച്ചെടുക്കുക. ഫുള്ളായിട്ട് ചൂടുവെള്ളം ഇടരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് ചവ്വരി നന്നായിട്ട് നനച്ചെടുക്കുക. ചവ്വരി നനച്ച് നല്ലതുപോലെ ഇളക്കി കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം ചവ്വരി വീണ്ടും നന്നായിട്ട് ഇളക്കി കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് വീണ്ടും ഒരു 10-15 നിമിഷത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി കുറച്ച് തേങ്ങ എടുക്കാം. ഞാനിത് തേങ്ങ ജസ്റ്റ് കീറിയാണ് ഇട്ടേക്കുന്നത്. അത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ ഏലക്കപ്പൊടി എടുക്കാം. ഏലക്കപ്പൊടി ഇല്ലാത്തവർ നമ്മുടെ കയ്യിലുള്ള ഏലക്ക ഈ മിക്സിയിലിട്ട് ഒരുമിച്ച് മിക്സിയിൽ നിന്ന് അരച്ചെടുത്താൽ മതി. അങ്ങനെ മിക്സിയിൽ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ തേങ്ങയും ഏലക്കയുമായിട്ട് മിക്സിയിലിട്ട് അരച്ചു. അതിനുശേഷം കുറച്ച് പഞ്ചസാര ഇട്ട്, ആവശ്യത്തിന് പഞ്ചസാര, നിങ്ങൾക്ക് എത്രത്തോളം പഞ്ചസാര വേണോ അത്രത്തോളം നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക. അതിനുശേഷം ഇതെല്ലാം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നേരത്തെ ചവ്വരി ചൂടുവെള്ളത്തിൽ ഇളക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോൾ ചവ്വരി നന്നായിട്ടൊന്ന് വെന്തതുപോലെ ആയിട്ടുണ്ട്. എങ്കിലും ഇനിയും കുറച്ചും കൂടെ ചൂടുവെള്ളം നന്നായിട്ട് ഒഴിച്ച് ഈ ചവ്വരിയുടെ കണക്കിന് അനുസരിച്ച് ഒഴിച്ച് നന്നായിട്ട് വീണ്ടും കുതിർത്ത് വീണ്ടും ഒരു 15 നിമിഷത്തേക്ക് മാറ്റി വയ്ക്കണം. ഇത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ചിരകാം. അത് കുറച്ച് തേങ്ങാപ്പാലിന് വേണ്ടിയാണ്. അങ്ങനെ തേങ്ങ ചിരകി മാറ്റി വെച്ചു. വാഴയില നമുക്കൊരു ആവശ്യമുണ്ട്. അതിനാൽ വാഴയില കൊണ്ടുവന്ന് ചൂടാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ചവ്വരി കൊണ്ടുള്ള പലഹാരം ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത്. അതിനാൽ തന്നെ നമുക്ക് ആ പാത്രം നന്നായിട്ട് കഴുകിയെടുക്കാം. ഈ പാത്രം ഒരു 5 മിനിറ്റ് മുന്നേ ഗ്യാസിൽ വെച്ച് നന്നായിട്ട് കുറച്ച് തീയിട്ട് ചൂടാക്കി വെക്കണം. അതിനുശേഷം നമ്മുടെ ചവ്വരി അതെടുത്തതിന് ശേഷം ഓരോ ബൗളായിട്ട് നമ്മൾ എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് നന്നായിട്ട് പരത്തി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടായ തേങ്ങയും ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കൂടെ ഇട്ട് വെച്ച ആ സംഭവം ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കുക. ഇതിൻ്റെ അകത്തോട്ട് വെച്ചതിന് ശേഷം അതൊരു റൗണ്ടായിട്ട് നമ്മളത് ഉരുട്ടിയെടുക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ വട്ടം നമുക്കതൊരു ഇതായിട്ട് തോന്നും, പക്ഷേ കൈ നനച്ച് നമ്മൾ അത് ഒരു റൗണ്ടാക്കി എടുക്കുക. വാഴയില ആവി കയറ്റുന്ന പാത്രത്തിൽ നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ബൗൾ കണക്ക് ഉണ്ടാക്കിയ ഈ സംഭവം നമുക്ക് ഈ പാത്രത്തിലോട്ട് വെക്കാം. അത് 4 എണ്ണമാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്കത് എത്രത്തോളം ചവ്വരി എടുക്കണോ അത്രത്തോളം ചവ്വരി എടുക്കാം. ഞാനിത് കുറച്ച് 4 പേർക്കായിട്ടുള്ളതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിങ്ങനെ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് 15 മിനിറ്റത്തേക്ക് ആവി കയറ്റാൻ വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. തേങ്ങയും ഏലക്കയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. തേങ്ങാപ്പാലെടുത്ത് അത് മാറ്റി വയ്ക്കുക. 15 മിനിറ്റ് കഴിഞ്ഞ് പാത്രം തുറക്കുമ്പോൾ ചവ്വരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചവ്വരിയുടെയും വാഴയിലയുടെയും എല്ലാം ഒരു മിക്സായിട്ടുള്ള നല്ലൊരു മണമായിരുന്നു. ചവ്വരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന മിക്സും ഇത് കാണാൻ തന്നെ വളരെയധികം ഭംഗിയുണ്ടായിരുന്നു. ഇനി ഈ പലഹാരം ഒരു കുഞ്ഞു കിണ്ണത്തിലോട്ട് മാറ്റി വെച്ച് അതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് കഴിക്കാം. ഇത് കഴിക്കുമ്പോൾ വളരെയധികം സ്വാദിഷ്ടമായ ഒരു പലഹാരമാണ്. ഇത് കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും വളരെയധികം ഇഷ്ടപ്പെടും. ഞാൻ വീട്ടിലെ എല്ലാ പേർക്കും കൊടുത്തു. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ പലഹാരം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇതിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.